വരെ എല്ലാ കൂട്ടുകാർക്കും, എല്ലാ ദൈവമക്കൾക്കും, എന്നെ കേൾക്കുന്ന എൻ്റെ വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അല്ലാത്തവർക്കും എൻ്റെ സ്നേഹവന്ദനം. 2025 ആദ്യത്തെ മാസം നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ, 20-21 ദിവസങ്ങളേ ആയുള്ളൂ. അപ്പോൾ അടുത്ത മാസങ്ങൾ നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു പുതിയ ആശയവും പുതിയൊരു വചനവും, പുതിയ വചനമല്ല, കർത്താവിൻ്റെ തിരുവചനം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പ്രബോധനവുമായി ഇത് കടന്നു വരാൻ കാരണം, ഇന്നത്തെ സമൂഹത്തിൽ യേശു കർത്താവിനെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ, യേശു കർത്താവ് നമ്മുടെ മറ്റു മനുഷ്യർ നമ്മുടെ സഭയിലേക്ക് നമ്മളോട് ചേർന്ന് കടന്നു വരുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഈ തിരുവചനത്തിൽ ഞാൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്രബോധിപ്പിക്കുന്നത്. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 64, 63, 64, 65 അങ്ങനെ ഒരു വാക്യം കിടക്കുന്നത് ഇങ്ങനെയാണ്: മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട്. ഇത് പറഞ്ഞ് വിശ്വസിക്കാത്തവർ ഇന്നവർ എന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഇന്നവനെന്നും യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നു. ഇതിൻ്റെ മുകളിലായിട്ട് വേറൊരു വചനമുണ്ട്. അതായത്, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് മൂലം എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെ അല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. അപ്പം ഇത് കേട്ടിട്ട് ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ വളരെ ഒരു ഇറിറ്റേഷൻ തോന്നി. അപ്പവും വീഞ്ഞും ഇപ്പം കുടിക്കുന്നത് പോലെ യേശുവിൻ്റെ രക്തവും മാംസവും ഭക്ഷിക്കാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ ഈ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഇന്നും നമ്മളുടെ ഇടയിൽ വിശ്വസിക്കാത്തവരുണ്ട്. നമ്മുടെ ഇടയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വിശ്വാസമില്ല, വിശ്വാസം കുറഞ്ഞു പോകും. അതായത് ഒരു ദൈവദാസനായാൽ പോലും, അല്ലെങ്കിൽ ഒരു ദൈവദാസിയായാൽ പോലും, അല്ലെങ്കിൽ നമ്മളായാൽ പോലും, നമ്മുടെ ജീവിതത്തിലായാൽ പോലും ചെറിയ സമയത്ത് ഇങ്ങനെ സംഭവിക്കുമോ? പൂർണ്ണ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് അന്ന് ആ ശിഷ്യന്മാർ അയ്യോ ഇത് കഠിന വാക്കെന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ മറ്റുള്ളവരടുത്ത് യേശു കർത്താവിനെ കുറിച്ച് പറയുമ്പോഴും, അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ നിത്യജീവനെക്കുറിച്ച്, അപ്പം നുറുക്കൽ ശുശ്രൂഷയെക്കുറിച്ച്, അവൻ്റെ നിത്യജീവൻ സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുമ്പോഴത്തേന് അവർ വരുന്നവർ പറയുന്നത് അത് കഠിനമാവും, നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് അവർക്ക് അതത്രേ അറിയത്തുള്ളൂ, അവർക്ക് അറിവില്ലാത്തത് മൂലം അവർ പറയുന്നത്. ഇന്ന് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നവർ യേശുവിനെ അറിഞ്ഞിട്ട് അനേകർ പിൻവാങ്ങി പോകുന്നു. അപ്പോൾ പിന്നെ വരാനിരിക്കുന്നവരുടെ കാര്യം പറയണോ? അതാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ പിറുപിറുത്തവിടെ. യേശു തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട് ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പം ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിന വാക്കെന്ന് പറഞ്ഞു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്, നമ്മുടെ ഇടയിലും വിശ്വസിക്കാത്തവരുണ്ട്. എൻ്റെ ഒരു സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ പറയാം. ഞാൻ ഈ ശുശ്രൂഷയിലും നമ്മുടെ ഭവനത്തിലും ഒക്കെ പ്രാർത്ഥന വയ്ക്കുന്ന സമയത്ത് അനേകം ദൈവദാസന്മാർ കടന്നു വരികയും അവരുടെ രീതിയിൽ അവർ ശുശ്രൂഷിക്കുകയും അവർക്ക് അവരുടെ ജീവനും വചനം സത്യവുമാകുന്ന ഹോളി സ്പിരിറ്റ് ഓരോന്ന് കാണുമ്പം തന്നെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ജീവിതത്തിലുള്ളവർക്ക് പോലും അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ മറ്റുള്ളവരെ നമ്മൾ വിശ്വസിക്കാൻ പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. അപ്പോൾ കർത്താവിൽ വരുമ്പോൾ കർത്താവ് ആഴത്തിൽ അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിക്കാതെയും ആഴത്തിൽ അവർക്കൊരു വിശ്വാസം കൊടുക്കാതെയും ആരും ഇന്ന് ദൈവസന്നിധിയിൽ നിലനിൽക്കുകയില്ല. നമ്മുടെ ഇപ്പോഴത്തെ, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, നമ്മുടെ കൂടെ അനേകർ സഭകളിലൊക്കെ വരും, എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിച്ച് വരുന്നവരുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വിശ്വാസം അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞ് പിതാവ് നടാത്ത തൈകളൊന്നും നിലനിൽക്കുകയില്ല. അന്ത്യകാലം അടുത്തിരിക്കുന്ന ഈ സമയത്ത് സ്വർഗരാജ്യത്തിൽ അവകാശപ്പെടുവാൻ ആ സ്വർഗരാജ്യത്തെ മാത്രം ലക്ഷ്യം വെച്ച് പോകുന്നവരെയാണ് കർത്താവിന് വേണ്ടത്. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ പലരും വരും. അതിനകത്ത് അപ്പവും വീഞ്ഞും കുടിക്കാൻ പറയുന്ന ആ ടൈം ആകുമ്പോൾ അതുവരെ വന്നിരുന്ന ആ ഒരു സന്തോഷവും സമാധാനവും ഒന്നും പിന്നെ അവരുടെ ജീവിതത്തിൽ കാണത്തില്ല. പിന്നെ അവർ ആദ്യം വന്നുകൊണ്ടിരിക്കുന്നത് ജാതികൾ അല്ലെങ്കിൽ മറ്റുള്ളവർ കർത്താവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കിട്ടണം, അവർക്ക് കാറ്, വീട്, അവർക്ക് രോഗസൗഖ്യം, ഇങ്ങനെയൊക്കെ കിട്ടിക്കൊണ്ടേയിരിക്കണം. ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് സന്തോഷമാണ്. അപ്പോൾ ഇവിടെ കൂടെ നടന്ന ശിഷ്യന്മാർ 12 ശിഷ്യന്മാർ കൂടെ നടന്നപ്പം യേശു പറഞ്ഞു, എൻ്റെ
എൻ്റെ രക്തവും എൻ്റെ മാംസവും തിന്നണമെന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഒരു കഠിന വാക്ക്. അപ്പം നമ്മൾ മറ്റുള്ളവരടുത്ത് സുവിശേഷം പറയുമ്പോൾ അവർ തിരിഞ്ഞു പോകുന്നതിന് വല്ല മാറ്റമുണ്ടോ? അത് അത്ഭുതം കുറണ്ട്. അപ്പം വിശ്വസിക്കാത്ത ഞാൻ ഇന്ന് പറയുന്നത് ഈ വചനത്തിനകത്തൊരു പൊരുളുണ്ട്. അതായത് ആഴത്തിൽ വിശ്വാസം ഉള്ളത്തിലില്ലെങ്കിലും പിതാവ് ആകർഷിക്കാതെയും പിന്നെ അതുപോലെ തന്നെ പിതാവ് നട്ട തൈ ആഴത്തിൽ വേരൂന്നാതെയും പിതാവിൻ്റെ സന്നിധിയിൽ നിൽക്കയില്ല. അപ്പവും അവൻ്റെ ശരീരവും ഭക്ഷിക്കുകയും ഇല്ല. ഭക്ഷിച്ചിട്ട് എടുത്ത് കളഞ്ഞിട്ട് പോകുന്നവരുമുണ്ട്. അതാണ് കർത്താവിൻ്റെ ശിഷ്യന്മാരെ അത്രയും ചെയ്തപ്പോൾ ഇന്ന് നമ്മളുടെ സമൂഹത്തിലും അങ്ങനെയാണ് നടന്നത്. പിതാവ് നടാത്ത തൈകളൊന്നും നിലനിൽക്കുകയില്ല. ആരും ദൈവസന്നിധിയിൽ നിലനിൽക്കുകയില്ല. ദൈവം ആകർഷിക്കാതെ ആർക്കും ഇതിനകത്ത് കടന്നു വരാനും പറ്റുകയില്ല. ഇന്നും വിശ്വസിക്കാത്തവരുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്. ബൈബിളൊക്കെ പഠിച്ച് ബൈബിൾ വിശ്വസിച്ച് ബൈബിൾ അരച്ച് കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പം അവർക്ക് ചില വിശ്വാസങ്ങൾ കുറഞ്ഞു വരും ഓരോരുത്തരുടെ പ്രവർത്തികൾ കാണുമ്പോൾ. അപ്പോൾ ആ പ്രവൃത്തി യഹോവയുടെ നാമത്തിൽ അവ മനുഷ്യരെ നോക്കുന്നത് കൊണ്ടാണ്. ആ പ്രവൃത്തിയിൽ കാണുന്നത് കൊണ്ടാണ് ഈ വിശ്വാസം കുറഞ്ഞു വരുന്നത്. നാം പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി യേശുവിനെ നോക്കിക്കഴിഞ്ഞാൽ ഊമരെയും ചെകിടരെയും മുടന്തരെയും കുരുടരെയും പക്ഷവാതക്കാരനെയും കുളക്കരയിൽ കിടന്ന പക്ഷവാതക്കാരൻ്റെ വിശ്വാസം, രക്തസ്രാവക്കാരിയുടെ വിശ്വാസം, രാഹാബിൻ്റെ വിശ്വാസം, ഞാൻ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. രാഹാബിൻ്റെ വിശ്വാസം, അങ്ങനെയുള്ള വിശ്വാസം അത് കാണുമ്പോഴെങ്കിലും ഈ ഇരിക്കുന്നവർ ഇത് വായിക്കുന്നവർക്ക് അത്രയും വിശ്വാസം അത് കേൾക്കുമ്പോഴും അത് വായിക്കുമ്പോഴെങ്കിലും ഉണ്ടാവണ്ടേ? അതുപോലും ഇല്ലാത്ത മനുഷ്യരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അത് പറഞ്ഞിട്ട് കഥയില്ല. പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളത്തിൽ വസിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു വിശ്വാസം കുറഞ്ഞു പോകുന്നത്. എൻ്റെ ഭവനത്തിലും ഇരിപ്പുണ്ട്. എൻ്റെ ഭവനത്തിലും ദൈവദാസന പഠിച്ചിട്ടിരിക്കുകയാണ്, പഠിച്ച് അരച്ച് കുടിച്ചിട്ടിരിക്കുകയാണ്. പിതാവ് നടാത്ത തൈയൊന്നും അവൻ്റെ സന്നിധിയിൽ ആഴത്തിൽ വളരുകയില്ല, ആഴത്തിൽ നിൽക്കാനും പറ്റത്തില്ല. അവിടെയാണ് പിറുപിറുപ്പും സംശയങ്ങളും ഒക്കെ വരുന്ന. മനുഷ്യരെ നോക്കും, വരുന്ന ദൈവദാസന്മാരെ നോക്കും. വരുന്ന ദൈവദാസന്മാർ ദൂത് പറയുന്നത് കേട്ടിട്ട് അതിനെ വിശ്വസിച്ച് മാത്രം പോയി ഇരിക്കുന്നവരുണ്ട്. അപ്പോഴും നമ്മൾ ദൂത് കേൾക്കണം, പ്രവചനം വേണം, എല്ലാം വേണം. പക്ഷെ നമ്മൾ അതിനകത്ത് വിശ്വാസം നമ്മുടേത് ആഴത്തിൽ ഒരു വൃക്ഷം നട്ടാൽ ആ വൃക്ഷത്തിൻ്റെ വേര് ആഴത്തിൽ ഇറങ്ങിപ്പോയി അത് നിലനിന്ന് പച്ചപ്പ് പിടിച്ച് നിൽക്കുമ്പോൾ ആ വൃക്ഷം അവിടെ നിൽക്കത്തുള്ളൂ. പിന്നെ അതിനെ കോടാലി വെച്ച് വെട്ടിക്കളഞ്ഞാലും അതിങ്ങനെ മുളച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കും, അല്ലേ? ആ വിശ്വാസമായിരിക്കണം നമ്മുടെ വിശ്വാസം ദൈവസന്നിധിയിൽ വന്ന ശേഷം. അല്ലാതെ നമ്മൾ ബൈബിൾ പഠിച്ചെന്നോ ബൈബിളിൽ നമ്മൾ വിശ്വസിച്ചെന്നോ ബൈബിൾ കോളേജിൽ പോയെന്നോ ഒരു ദൈവദാസനാണെന്നോ അല്ലെങ്കിൽ ഇതൊരു ദാസിയാണെന്നോ വിചാരിച്ചിട്ട് നമ്മുടെ വിശ്വാസം നിലനിൽക്കുകയില്ല. അപ്പോഴാണ് നമ്മുടെ വചനത്തിൽ ഈ പറയുന്നത് ശിഷ്യന്മാർക്ക് പോലും ആ വിശ്വാസമില്ലായിരുന്നു. അവരും യേശുവിനെ അല്ല നോക്കിയേ, അവരും യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. യേശു പറഞ്ഞ വാക്കുകളൊക്കെ അവർ കഠിന വാക്കാക്കി കണ്ടു. ചില കാര്യങ്ങൾ മാത്രം. കടകിൽ വല വീശിയപ്പം മീനില്ലായിരുന്നു. അപ്പോൾ യേശുവിനെ കണ്ടപ്പോൾ ആ വലത്തു ഭാഗത്തോട്ട് വീശ് 183 മീൻ അവർക്ക് കിട്ടിയപ്പോഴത്തേന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവർക്ക് അതിനകത്താണ് ഏറ്റവും കൂടുതൽ സന്തോഷം വന്നത്. എൻ്റെ കേൾക്കുന്ന എൻ്റെ പ്രിയമക്കളെ, ഇന്നും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ദൈവസന്നിധിയിൽ വരുമ്പോൾ എല്ലാം കിട്ടുമ്പോഴാണ്. ഞാൻ അങ്ങനെയല്ല. എൻ്റെ ദൈവസന്നിധിയിൽ വന്നിട്ട് 14 വർഷമായി. എനിക്ക് ദൈവം തന്നാലും ഞാൻ വിശ്വസിക്കും, തന്നില്ലേലും വിശ്വസിക്കും. എൻ്റെ ജീവിതത്തിൽ കഷ്ടം വന്നാലും ഞാൻ സഹിക്കും, ദുഃഖം വന്നാലും സഹിക്കും. അതിനകത്ത് വചനം പറയുന്നുണ്ട്, അത്തി തളർത്തില്ലെങ്കിലും ഗോശാലകളിൽ കന്നുകാലികളില്ലെങ്കിലും മുന്തിരിയിൽ ഫലമില്ലെങ്കിലും ഞാൻ എൻ്റെ കർത്താവിനെ പാടി സ്തുതിക്കും. ഇതായിരിക്കണം നമ്മുടെ ഒരു വിശ്വാസം. അപ്പം എന്താണ്? ആഴത്തിൽ വേരിറങ്ങാത്തതൊന്നും ദൈവസന്നിധിയിൽ നിലനിൽക്കുകയില്ല. ആ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വേരിറക്കി ഒരു വേരാഴത്തിൽ ഇറക്കിയ ശേഷം നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കാം. ഇല്ലെങ്കിൽ നാം പെറുപെറുപ്പുള്ളവരായി അവിശ്വാസികളെ പോലെ കഠിന വാക്കെന്ന് പറഞ്ഞ് നമുക്ക് നിൽക്കേണ്ടി വരും. അങ്ങനെയാകാതെ നാം ദൈവനാമത്തിന് പ്രാർത്ഥനയോടെ കർത്താവെ ഈ നിൽക്കുന്നവരെല്ലാം ആഴത്തിൽ വേരിറങ്ങട്ടെ, പരിശുദ്ധാത്മാവ് ടച്ച് ചെയ്യട്ടെ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇന്ന് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീണ്ടും എൻ്റെ വീഡിയോ കാണുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അമേൻ, അമേൻ, അമേൻ.